അങ്ങനെ എന്നും കുരിശ് വരയ്ക്കും. അപ്പോൾ അങ്ങനെ കുരിശ് വരച്ച് തുടങ്ങുമ്പോൾ ഉണ്ണി അതിനനുസരിച്ച് അവൾ അനങ്ങിയിരുന്നു. എനിക്കതൊരു റെസ്പോൺസ് അവൾ തന്നിരുന്നു. അത് കഴിഞ്ഞ് 8ാമത്തെ മാസമായി കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു, ഉണ്ണിക്ക് ഫ്ലൂയിഡ് കുറവാണ്, അതേപോലെ ബ്രെയിനിലേക്ക് വരുന്ന ഒരു വെയിനിലേക്ക് ബ്ലഡ് ഫ്ലോയും കുറവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ണീനെ ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുക്കേണ്ടി വരും. അപ്പോൾ പ്രീമച്വർ ബേബിയാണ്, അത് കാരണം പലതരം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. 2ാമത്തെ ഓപ്ഷനായിട്ട് ഞങ്ങൾ ഒരു വട്ടം കൂടി സ്കാൻ ചെയ്തു. ആ സമയത്ത് പോണ സമയത്തൊക്കെ ഞാൻ എൻ്റെ വയറിൽ ഉടമ്പടി തയ്യലെടുത്ത് കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടാണ് പോയത്. സ്കാൻ ചെയ്യാൻ കിടക്കുമ്പോഴും ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടാണ് കിടന്നിരുന്നത്. ആ സമയത്ത് സ്കാൻ ചെയ്ത് റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഉണ്ണിക്ക് കുഴപ്പമൊന്നുമില്ല, ബ്ലഡ് ഫ്ലോ ഒക്കെ ഇപ്പോഴും കുഴപ്പമില്ലാണ്ട് തന്നെയാണ് നടക്കുന്നത്, അതേപോലെ ഫ്ലൂയിഡും ആവശ്യത്തിനുണ്ട്. അങ്ങനെ നോർമൽ ഡെലിവറി തന്നെയായിരുന്നു എനിക്ക്. 9ാം മാസം തന്നെ കറക്റ്റ് ഞാൻ ഉണ്ണിനെ ഡെലിവറി ചെയ്തു. സാധാരണ പ്രസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ല വേദന ഉണ്ടെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ടത്. പക്ഷേ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ചെറിയൊരു പെയിനേ ഉണ്ടായിരുന്നുള്ളൂ. ഡെലിവറിയും അതേപോലെ 2 മണിക്കൂറിനുള്ളിൽ തന്നെ എനിക്ക് ഡെലിവറി നടക്കുകയും ചെയ്തു. നല്ല ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെയാണ് ദൈവം എനിക്ക് തന്നനുഗ്രഹിച്ചത്.